നമുക്കറിയാം 2020 എന്ന കക്ഷി അവിടെ പ്രാദേശികമായി രൂപം കൊണ്ട ഒന്നാണ്. അവർ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം, വടക്കമ്പലം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും അവിടെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇത്തവണ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ BJPയോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ന്യൂസ് 18 പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. സാബു എം ജേക്കബിന്റെ 2020 ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാനാണ് ആലോചന. BJP അനുകൂല നീക്കത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് പാറേക്കാടൻ രാജിവെച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2020യുടെ നീക്കം ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ തവണ പല സീറ്റിലും UDF കണക്കുകൂട്ടൽ തെറ്റിച്ചത് നിപുൺ ചെറിയാൻ എന്ന IT പ്രൊഫഷണൽ രൂപം നൽകിയ V4 കൊച്ചിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. 2020 ആരുടെ ഏത് മുന്നണിയുടെ വോട്ടാകും ചോർത്തുക എന്ന ചർച്ചയും സജീവമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2020 വൈസ് പ്രസിഡന്റ് ഗോപകുമാറിന്റെയും BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് KS ഷൈജുവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിലേക്കും മത്സരിക്കുമെന്നാണ് ഗോപകുമാർ പറയുന്നത്. 76 ഡിവിഷനുകളിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ അടുത്തുള്ള അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, നമ്മൾ ഒരിക്കലും മറ്റുള്ള പാർട്ടികളെ പോലെ അവരുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ എന്നുള്ള രീതിയിലല്ല, നമ്മൾ ജനങ്ങളിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്. അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയിട്ടുള്ള 2020 അവരെ നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഒരു പാർട്ടിയെ നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. ഒരു പാർട്ടിയെയും, എൻ്റെ കാഴ്ചപ്പാടാണ്, ഒരു പാർട്ടിയെയും നാം ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അവരുടെ പ്രവർത്തനത്തെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. BJPയെ സംബന്ധിച്ച് എല്ലാവരും രാഷ്ട്രീയ എതിരാളികളാണ്. ഇപ്പോൾ CPM എന്നോ കോൺഗ്രസ് എന്നോ 2020 എന്നോ വേറെ ഏത് പാർട്ടിയെന്നോ ഉള്ളതല്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു കേഡർ സിസ്റ്റമുള്ള ഒരു പാർട്ടിയാണ്. മുകൾ തട്ടിനാണെങ്കിലും താഴെത്തട്ടിനാണെങ്കിലും ഇത് നിയന്ത്രിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ നേതൃത്വം ഇതിനകത്തുണ്ട്, ശക്തമായ അണികളുണ്ട്, ശക്തമായ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ നേതാക്കന്മാരുടെയും കൊണ്ട് സമ്പുഷ്ടമായ ഒരു പാർട്ടിയാണ് BJP എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ചില ആളുകളുടെ അല്ലെങ്കിൽ ചില ആളുകൾ കുടുംബാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്ത്യ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടതാണ്. അവസാനം ഇപ്പോൾ ആം ആദ്മിയുടെ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആയുസ് എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ആരെയും ചെറുതാക്കി നമ്മൾ കാണുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്, ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയായിട്ടാണ് BJP വരെ കാണുന്നത്. അല്ല, വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, 2020യും CPMഉം കോൺഗ്രസും അല്ലെങ്കിൽ വേറെ ഏത് ഒരു സ്വതന്ത്രനെ പോലും നമ്മൾ ചെറുതായി കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാളെ പോലും, പ്രത്യേകിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സ്വതന്ത്രനെ പോലും ചെറുതായി കാണാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയ ഒപ്പോണൻ്റാണ്, ശക്തരായിട്ട് എതിരാളികൾ തന്നെയാണ്. അവർ അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. എറണാകുളം BJPയുടെ ജില്ലാ പ്രസിഡന്റ് KS ഷൈജുവും ഒപ്പം 2020യുടെ വൈസ് പ്രസിഡന്റ് ഗോപകുമാറിൻ്റെയും വാക്കുകൾ. ഈ വാക്കുകളിൽ എന്താണ് കോർപ്പറേഷനിൽ സംഭവിക്കാൻ? നമുക്കറിയാം, അവിടെ LDF UDF കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി. അതിനുശേഷം കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. അവിടെ ചില പ്രാദേശികമായി രൂപം കൊണ്ട ചില പാർട്ടികൾ, ചില സംഘടനകൾ വോട്ടുകൾ ചോർത്തത് കൊണ്ടാണ് UDFന്റെ വോട്ടുകളാണ് വലിയ ചോർച്ച ഉണ്ടാക്കിയത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, നമുക്കറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, അപ്രതീക്ഷിതമായ ചില സഖ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാം. അതിപ്പോൾ 2020യും BJPയും എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല BJPയുമായി 2020 എന്ന പാർട്ടി അടുക്കുമെന്ന്. പക്ഷേ ദേശീയ തലത്തിൽ പല കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തി കൂടിയാണ് അതിൻ്റെ കോർഡിനേറ്റർ സാബു എം ജേക്കബ് എന്ന് നമുക്കറിയാം. അത്തരമൊരു സമീപനമുള്ള ഒരാൾ BJPയുടെ അടുക്കും എന്ന് പ്രതീക്ഷിക്കണം. അതാണോ ഇപ്പോൾ, അത്തരത്തിലുള്ള ചർച്ചകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത, ചില ചർച്ചകൾ വളരെ അനൗപചാരികമായി, എന്നാൽ അത് വളരെ കാര്യമായിട്ട് തന്നെ തുടങ്ങി വെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് ശ്രീ സാബു ജേക്കബ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന, നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളികൾ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ആ രീതിയിലാണ് നമ്മൾ കാണുന്നതെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയുമെല്ലാം തന്നെ ചെയ്തു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു
വിശദീകരണം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ NDA ആ രീതിയിലേക്ക് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ BJP ഇവിടെ അത്രമാത്രം വലിയ ശക്തിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ എതിർക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനയായിട്ട് പറയുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ കൊച്ചി കോർപ്പറേഷൻ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഭരിച്ചത് തന്നെ 4 സീറ്റുകൾ, അത് 4 വിമതരാണ് എന്നത് പ്രത്യേകം ഓർക്കുക രഞ്ജിത്ത്. അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇത് 5 വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അത്ര കണ്ട ഇവിടെ ഈ മത്സരം ശക്തമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കാമെന്ന രീതിയിലൊക്കെ നിൽക്കുന്നു. കഴിഞ്ഞ തവണ V4 കൊച്ചി ഉണ്ടാക്കിയ ഒരു തരംഗം അത് ചെറുതല്ല, അതൊരു ആശയം മാത്രമായിരുന്നു. അതൊരു പാർട്ടി എന്ന രീതിയിൽ തന്നെയും വലിയ രീതിയിൽ കെട്ടുറപ്പോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ കൂടിയും V4 കൊച്ചി നമ്മൾ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ V4 കൊച്ചിയുടെ സാന്നിധ്യം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് UDFന്റെ ചില്ലറ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കിയത്. അവർക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന വാർഡുകളിൽ പോലും V4 കൊച്ചിയുടെ വോട്ടുകൾ അവർക്ക് തിരിച്ചടിയായി. കാരണം UDFന്റെ വോട്ടുകളാണ് പിടിച്ചത്. അത് LDF വിജയത്തിന്, LDF ഭരണത്തിലേറാൻ വലിയ സഹായകരമാവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ V4 കൊച്ചിയുടെ ഒരു അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ഈ 2020 എന്ന കക്ഷി ഇപ്പോൾ നേരത്തെയുള്ള പ്രാധാന്യം, ശക്തി അവർക്കുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ? പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയും വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർക്ക് കുറച്ച് പ്രതികൂലമാണ് പലതരത്തിൽ, അങ്ങനെയും കരുതാമല്ലോ. രഞ്ജിത്ത്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ശരാശരി വോട്ട് അവർക്ക് പിടിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നത് നമ്മൾക്ക് മറന്നുകൂടാ. കാരണം പല മണ്ഡലങ്ങളിലും തന്നെ അവർ സജീവ സാന്നിധ്യമായിട്ട് അവർ ഇടപെടുകയും ചെയ്തു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുകയും എല്ലാം തന്നെ ചെയ്യുക. അങ്ങനെ ഒരു സജീവമായിട്ട് അവരൊരു തുടർച്ചയുണ്ടാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കിഴക്കമ്പലം മോഡൽ എന്ന രീതിയിൽ അവർ പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് കുറേയെങ്കിലും അത് ഈ കിഴക്കമ്പലത്തിന് പുറത്തുള്ളവർക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, അങ്ങനെയൊരു ധാരണ പലരിലേക്കും തന്നെയുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ കൊച്ചി കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വേദിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കുറച്ച് പേരെങ്കിലും അവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെയാണ് അന്ന് V4 കൊച്ചിയുടെ കാര്യത്തിലെടുത്ത പോലെ തന്നെ കുറേ അധികം പേരെങ്കിലും മാറി ചിന്തിച്ചതുകൊണ്ടാണ് അത്ര കണ്ട് അന്ന് ഈ UDFൻ്റെ നില പരിങ്ങല്ലായത്. ഒപ്പം തന്നെ പലയിടങ്ങളിലും അന്ന് BJP 2ാം സ്ഥാനത്ത് വരാനുള്ളൊരു കാരണം അത് 5 സീറ്റായിട്ട് അവരുടെ വിജയം വർദ്ധിച്ചു. ഒപ്പം തന്നെ 6ഓളം സീറ്റുകളിൽ 2ാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഇത് ഈ V4 കൊച്ചിയുടെ എല്ലാം തന്നെ സഹായം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് വളരെ കൃത്യമായ ഒരു പ്രസൻസോടുകൂടി 2020 വരികയാണെങ്കിൽ തീർച്ചയായും അത് പലരുടെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നൊരു കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും അത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സൂചനകൾ 2020 അകത്തു നിന്ന് തന്നെ ലഭിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ അവരുടെ ജില്ലാ കോർഡിനേറ്റർ, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അസ്രഫ് പാറേക്കടൻ രാജിവെക്കുന്നത്. അദ്ദേഹം ഇത് വളരെ വ്യക്തമായി പറയുന്നു. BJPയുമായിട്ട് അടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് താൻ രാജിവെക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം BJPയോട് അടുത്ത് നിൽക്കുന്നതാണ്. നേരത്തെ രാജിവെച്ച പലരും ചെന്നത് BJP പാളയത്തിലേക്ക് തന്നെയാണ് ചെന്നത്. അതുകൊണ്ട് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് 2020 മാറുന്നു എന്നതെല്ലാമാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കുറിച്ചത്. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. ഇതിൽ കൃത്യമായി അത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അവിടെ ഒരു വ്യക്തിഗത താല്പര്യങ്ങളാണ് 2020 നടക്കുന്നത് എന്നതെല്ലാമാണ് ഈ അസ്രഫ് പാറേക്കടൻ്റെ ഒരു ആരോപണങ്ങളായിട്ട് വരികയും ചെയ്യുന്നത്. രഞ്ജിത്ത്, ശരി, നമുക്കിപ്പോൾ 2020 കോർഡിനേറ്റർ കൂടിയായ ശ്രീ സാബു M ജേക്കബിൻ്റെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടി ചേരുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകും. ഒരു പറച്ചില് ഈ ഇന്ത്യയുടെ പ്രത്യേകിച്ച് BJPയുടെ ഒരു മൃദു സമീപനം 2020 ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന NDA എന്ന് പറയുന്നത് ഒരു പ്രസക്തിയേ അല്ല. ഇപ്പൊ കുന്നത്തനാടിൽ തന്നെ എനിക്കറിയില്ല എത്ര സ്ഥലത്ത് അവർ മത്സരിക്കുന്നുള്ളത്. ഇപ്പൊ അതിലെ ചരിത്രം ഞങ്ങൾ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് BJPയുടെ കാൻഡിഡേറ്റ്സ് 10, 15, 25 വോട്ടിൽ കൂടുതൽ നേടിയിട്ടില്ല എന്നുള്ളതാണത്. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇപ്പൊ കുന്നത്തനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഘടന പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു എതിരാളിയായിട്ടോ ഞങ്ങൾക്കൊരു ശത്രുവായിട്ടോ ഇന്ന് പിക്ചറിൽ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം പ്രസക്തിയുള്ള ഒരു പാർട്ടിയെ പറ്റി അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലില്ല. ഞാനെന്തിനാ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുമായിട്ട് മത്സരത്തിന് ഏറ്റുമുട്ടുന്ന ആരാണോ അവരെ പറ്റി, അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി ആക്ഷേപം ഉന്നർത്തുന്ന ആരാണോ അവരെ പറ്റി ഞങ്ങൾ സംസാരിക്കുക.
എന്നാൽ 2020 രാഷ്ട്രീയ സംഘടനയെന്നും ഇത് തങ്ങളെ ബാധിക്കില്ലെന്നുമാണ് CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അതിലേക്ക് അവർ 2020 എന്നുള്ളത് തികഞ്ഞ ഒരു അരാഷ്ട്രീയ സംഘടനയാണ്. അവർ ഈ സമൂഹത്തിലേക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകുന്നത്? ഇപ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. 2020 വലിയ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി വർത്തമാനം പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഓർക്കുന്നു, വർഗീയത ശക്തിപ്പെടുന്നു, RSSന്റെ പദ്ധതികൾ എന്താണ് 2020യുടെ അഭിപ്രായം? വോട്ട് വെട്ടുന്ന സമീപനം സ്വീകരിക്കുന്നു, എന്താണ് 2020യുടെ അഭിപ്രായം? മതപരമായ വിഭജനം ഉണ്ടാക്കുന്നു, അതിന് കലാപങ്ങൾ ഉണ്ടാക്കുന്നു, കന്യാസ്ത്രീകളെ പോലും വേട്ടയാടി ജയിലിനകത്താക്കുന്നു, എന്താണ് 2020യുടെ അഭിപ്രായം? അപ്പോൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് പറയുന്ന ഒരു സംഘടനയാണോ? അല്ല, അരാഷ്ട്രീയമായി പണമുണ്ട്, പണത്തിൻ്റെ ഹുങ്ങുണ്ട്, CSR ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജനസേവനം നടത്തി ഞങ്ങളാണ് എല്ലാം ശ്രേഷ്ഠമെന്ന് പറയാൻ പോകുന്ന 2020യെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന ഒരു സംശയമില്ല.